സമരം ചെയ്യുന്നതൊന്നും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും, ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടും. ഞാനിപ്പോൾ KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഇപ്പോൾ നിലവിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ സമരം ചെയ്യുന്ന പോലെയല്ലോ നമ്മൾ ആൾക്കാരെ സമീപിക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുകയാണ്, പിന്നെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അപ്പോൾ രണ്ടും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ഉള്ള അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നു, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു, അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയുന്നു. അപ്പം അത് സമരത്തിൽ നിന്ന് വ്യത്യാസമുള്ളതാണ്. ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് ലാപ്പിലേക്ക് അതെ. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ റൗണ്ടിൽ പാട്ടുപാടിയ സമയം കളയുന്നില്ല. ഇപ്പം നമ്മൾ ആളുകളെ കാണാനുള്ള ഒരു ഓട്ടത്തിലാണ്, മഴയും വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം ആളുകളിലേക്ക് എത്തണമെന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ അടുത്തൊരു അവസരം വരുമ്പോൾ എന്തായാലും പാടും. എതിരാളികൾ ആരാണെങ്കിലും കുഴപ്പമില്ല അല്ലേ, മുന്നോട്ട് പോകും അല്ലേ? എതിരാളികൾ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. കാരണം എതിരാളികളെ നോക്കിയിട്ടല്ല നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇറങ്ങിയത് തന്നെ. നമ്മൾ മാക്സിമം ആളുകളെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നാട്ടിലുള്ള ജനങ്ങളെ, അതായത് നമ്മുടെ വാർഡിനകത്ത് വരുന്ന സാധാരണക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരിലേക്ക് മാക്സിമം എത്താനാണ് ശ്രമിക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എതിരാളികൾ ഇവിടെ ഒരു മെയിൻ വിഷയമല്ല.